ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരി ഓം. ശ്രീമദ് ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമ്മൾ നിശുംഭനെ ഇതായി കഴിഞ്ഞപ്പം ശുംഭൻ എല്ലാ സൈന്യ സന്നാഹങ്ങളോടും കൂടി ദേവിയോട് യുദ്ധം ചെയ്യാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് യുദ്ധത്തിനായി റെഡിയായി വരൂ എന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചു. ശുംഭൻ എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസനഃ നിർജഗാമ മഹാസൈന്യ സഹസ്രൈർ ബഹുഭീർവൃതഃ. ഇതി ആജ്ഞ അപി അസുരപതി, അതാണ് ഇത്യാജ്ഞാപ്യസുരപതി എന്ന്. അപ്പോൾ അസുരപതിയായ ആ ശുംഭൻ ഇപ്രകാരം ആജ്ഞാപിച്ചു. ശുംഭോ ഭൈരവശാസനഃ, അവൻ്റെ ശാസനയൊക്കെ അവൻ ഭയങ്കര ഭയത്തെ ഉണ്ടാക്കുന്നവനായതുകൊണ്ട് അവൻ്റെ പേര് തന്നെ ഭൈരവശാസനൻ എന്നാണ്. അപ്പോൾ ഭൈരവശാസനായ അസുരപതിയായ ആ ശുംഭൻ ഇപ്രകാരം ആജ്ഞാപിച്ചു. നിർജഗാമ മഹാസൈന്യ സഹസ്രൈർ ബഹുഭീർവൃതഃ, എല്ലാ മഹാസൈന്യം, വലിയ സൈന്യ സന്നാഹങ്ങളോടുകൂടെ, അതായത് സഹസ്രൈ ബഹുബി എന്നൊക്കെ പറയുന്നുണ്ട്, വളരെയധികം ആയിരക്കണക്കിന് സൈന്യ സന്നാഹങ്ങളോടുകൂടി അവൻ ദേവിയോട് യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു. ഇത്യാജ്ഞാപ്യാസുരപതി ശുംഭോ ഭൈരവശാസനഃ നിർജകാമ മഹാസൈന്യ സഹസ്രൈർ ബഹുഭീർവൃത. ശുംഭൻ്റെ ആജ്ഞ അനുസരിച്ച് അസുര സൈന്യങ്ങൾ യാത്രയായി. ശുംഭനും അനേകായിരം മഹാസുരന്മാരെ ചേർത്ത തൻ്റെ വലിയ സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. അപ്പം ഈ ശ്ലോകത്തിന് മുമ്പ് അവൻ വരുന്ന സമയത്ത് മാർഗമധ്യേ ധാരാളം ദുരവസ്ഥകൾ അല്ലെങ്കിൽ ദുർനിമിത്തങ്ങൾ കാണിക്കപ്പെട്ടു. ഓരോ നിമിത്തമുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ. അപ്പം നല്ല നിമിത്തങ്ങളല്ല, ചീത്ത നിമിത്തങ്ങൾ കാണിച്ചു. എല്ല്, പല്ല്, രക്തം, ചേറ് ഒക്കെ തുടങ്ങിയവയെല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നു. ദുഷ്ടജന്തുക്കൾ കരയുന്ന ഒച്ചകൾ, കുറുനരികളൊക്കെ ഊരിയിടുന്ന ഒച്ച, ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അതിനെ ഒന്നും ആദരിച്ചില്ല എന്ന് വേറൊരു പുസ്തകത്തിൽ പറയുന്നു. ഉൽപാദ ബഹവസ്തത്ര പ്രാദുരാസൻ സഹസ്രശ യുഗാന്തമേഘ വൗർഷു അസ്ഥിശോണിതകർദ്ദമം. അസ്ഥി, എല്ല്, രക്തം, ശോണിതൻ രക്തം, കർദ്ദമം, ചേറ്, ഇതൊക്കെ നിറഞ്ഞ വഴികളായിരുന്നു. കൂടാതെ ക്രവ്യാദ വ്യനദൻ ഘോര ശിവാശ്ചാപി വവാശിരെ. ഇവിടെ ശിവ എന്ന് പറഞ്ഞത് കുറുനരിയെ ഉദ്ദേശിച്ചാണ്. ആ കുറുനരികൾ ഊരിയിടുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താൻ ഉൽപാദാൻ അനാദരിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായ ആ ശബ്ദത്തെയും ഈ ദുർനിമിത്തങ്ങളെയും ഒന്നും അവൻ ആദരിച്ചില്ല. അനാദരിച്ചു എന്ന് പറഞ്ഞാലോ, അവൻ അതിനെയൊന്നും കണക്കാക്കിയില്ല. കാരണം 3 ലോകങ്ങൾക്കും നാഥനാണല്ലോ ഞാൻ, അപ്പോൾ എനിക്ക് എന്ത് ദുർനിമിത്തം ഉണ്ടാകാനാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യാത്ര തുടർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന ആയാന്തം ചണ്ഡിക ദൃഷ്ട്വ തത്സൈന്യം അതിഭീഷണം ജാസ്വനൈ പൂരയാമാസ ധരണി ഗഗനാന്തരം. ആയാന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുന്ന ചണ്ഡികാദേവി കണ്ടു. കണ്ടിട്ട് തത് സൈന്യം അതിഭീഷണം. എന്താ കണ്ടത്? അതിഭീഷണങ്ങളായ അവൻ്റെ ആ സൈന്യത്തെ, ആ വലിയ സൈന്യത്തെ കണ്ടിട്ട് ദേവി ജാസ്വനൈ പൂരയാമാസ,
ജ്യാസ്വനം, വില്ലിൽ കെട്ടിയിരിക്കുന്ന ഞാണിനെയാണ് ജ്യാ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ ഞാണൊലി, ആ ഞാണിൽ ഒന്ന് തട്ടി ദേവി. ആ ഒച്ച, ആ ചെറിയ ഞാണിൽ തട്ടിയ ആ ഒച്ച കൊണ്ട് തന്നെ സ്വനം എന്ന് പറഞ്ഞ ശബ്ദം, ആ ശബ്ദം ധരണി ഭൂമിയാണ്, ഗഗനം ആകാശമാണ്. അപ്പോൾ ധരണി ഗഗനാന്തരം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയും ആകാശവും തമ്മിലുള്ള വിടവിനെ അങ്ങ് നികത്തി എന്ന് പറഞ്ഞാൽ എന്താ, ആ ശബ്ദം മാറ്റൊലിക്കൊണ്ടു ലോകം മുഴുവൻ. അതായത് ഭൂമിയും ആകാശവും ഒക്കെ നിറഞ്ഞു ആ ജാശബ്ദം കൊണ്ട്. ആയാന്തം ചണ്ഡിക ദൃഷ്ട തത്സൈന്യമതിഭീഷണം ജാസ്വനൈ പൂരയാമാസ ധരണി ഗഗനാന്തരം. അതിഭീഷണമായ അസുര സൈന്യത്തിൻ്റെ വരവ് കണ്ടിട്ട് ചണ്ഡിക തൻ്റെ ചെറുഞാണലി കൊണ്ട് ഭൂമി ആകാശം ഇവരുടെ ഇടയെ നിറച്ചു. ഇടയെ നിറച്ചു എന്ന് പറഞ്ഞാൽ അന്തരം എന്നവിടെ പറഞ്ഞുകൊണ്ടാണ്. അവർ തമ്മിലുള്ള, ഭൂമിയും ആകാശവും തമ്മിലുള്ള വിടവിനെ അങ്ങ് നികത്തി എന്ന് പറഞ്ഞാൽ മാറ്റൊലിക്കൊണ്ടു ശബ്ദം എന്നർത്ഥം. നമുക്ക് ഈ 2 ശ്ലോകം മതി, കാരണം കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല, മുമ്പോട്ട് പോകുന്നില്ല ഇത്. അപ്പോൾ അടുത്ത 2 ശ്ലോകം ഞാൻ ഇച്ചിരി കഴിഞ്ഞ് പിന്നെ ഇട്ട് തരാം, ഇത് കഴിഞ്ഞിട്ട്.